ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ തോട്ടത്തിലെ വേര് കംപ്ലയിൻസിന് കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തെ കണ്ടൻറ് എന്താണ്, ഇത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്, ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കാർട്ട പ്ലസ് സൈപ്പർ എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. കാർട്ട ഹൈഡ്രോക്ലോറൈഡ് 50% SP ഫോമിൽ വരുന്ന പൗഡർ വെർഷനും സൈപ്പർമെത്രിൻ 10 EC വരുന്നതാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കാർട്ടാഫിൻ്റെ ഒരു ഡോസേജ് 200 ലിറ്ററിന് 250 ഗ്രാം തൊട്ട് 300 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. സൈപ്പർമെത്രിൻ 10 EC ആയതുകൊണ്ട് തന്നെ നമുക്ക് 200 മില്ലി കൊടുക്കാം. അപ്പം നമ്മൾ 25 ECയുടെ സൈപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് 100 to 150 മില്ലി വരെ കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊന്ന് കാർട്ട ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഓർഗാനോ ഫോസ്ഫേറ്റ് കണത്തിൽപ്പെടുന്ന ഒരു ഇൻസെക്ടിസൈഡും സൈപ്പർമെത്രിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് പൈറത്തോട് കണത്തിൽപ്പെടുന്ന ഒരു ഇൻസെക്ടിസൈഡുമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ശരിക്കും ഈ സൈപ്പർമെത്രിൻ തണ്ടുവരപ്പം പുഴുക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനും കാർട്ട ഹൈഡ്രോക്ലോറൈഡും അതിൻ്റെ സക്കിംഗ് പെസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ മണ്ണിലോട്ട് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ വേരിനെ ആക്രമിക്കുന്ന വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ് പോലെയുള്ള ഇൻസെക്റ്റുകൾക്ക് നല്ല കൺട്രോൾ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഈ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 300 ഗ്രാം കാർട്ടാഫും 200 മില്ലി സൈപ്പറുമാണ്. അല്പം വീര്യം കൂട്ടി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ റൗണ്ട് നമ്മൾ കൊടുത്തത് ക്വിനാൽഫോസ് മാത്രമായിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ വെയിൽ തെളിഞ്ഞുകൊണ്ട് തണ്ടുവരപ്പൻ്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് ചെടിയെ കയറ്റി ഒരു റൗണ്ട് അടിച്ചും കൂടെ കൊടുത്താണ് പോകുന്നത്. അപ്പോൾ ചെടിയെ കയറ്റി അടിച്ച് 10 ലിറ്റർ ചുവട്ടിൽ ഒഴിച്ചുമാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു റൗണ്ട് മരുന്നടിക്കുള്ള എഫക്റ്റ് കിട്ടുകയും ചെയ്യും, നല്ല കൺട്രോൾ കിട്ടും തണ്ടുവരപ്പം പുഴുക്കളിൽ നിന്ന്. അതിനൊപ്പം നമുക്ക് ശരത്തിലുണ്ടാകുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ടുള്ള ചൊറി, സക്കിംഗ് പെസ്റ്റുകളുടെ എല്ലാത്തിൻ്റെ ആക്രമണത്തിൽ നിന്നൊരു സംരക്ഷണം, ഇതുകൂടാതെ വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ് പോലുള്ള കാര്യങ്ങൾക്ക് നല്ല കൺട്രോള്, പിന്നെ ബാക്ടീരിയ കൊണ്ട് ശരം തെളിയാതെ വരിക, ശരത്തിൻ്റെ പോള പൊളിയാതെ വരിക എന്നീ ആവശ്യങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും ഈ ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക്. പിന്നെ അല്പം ബാരൽ കോസ്റ്റ് കൂടും. 300 ഗ്രാം കാർട്ടാഫും 200 മില്ലി സൈപ്പർ എന്ന് പറയുമ്പോൾ സൈപ്പറിന് ഒരു 350 രൂപ വരെ വില വരുന്നുണ്ട് 10 ECക്ക്. കാർട്ടാഫിന് ഒരു 1350 രൂപ വരെ വില വരുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അല്പം കോസ്റ്റ് വരുന്നുണ്ട്, 450 രൂപ വരെ ബാരൽ കോസ്റ്റ് വരുന്നതാണ് നമ്മൾ. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഗുണഗണങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ നെമറ്റോഡ് കൺട്രോളാകും, വേരുപുഴു കൺട്രോളാകും, അതുപോലെ മീലിബഗ് കൺട്രോളാകും. ഇതുകൂടാതെ നമുക്ക് തണ്ടുവരപ്പം പുഴുക്കൾ, നമുക്ക് ഈ വെയിൽ തെളിഞ്ഞുകൊണ്ട് ശരത്തിലെങ്ങാനും പുഴു കയറി കുത്താൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ അതിന് നമുക്കൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ ചൊറിപ്പേൻ പോലുള്ള സക്കിംഗ് പെസ്റ്റുകൾ ഒന്നിനെ നമ്മുടെ തോട്ടത്തിൽ കാണില്ല ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തോട്ടത്തിലെ ഒച്ചിനെ ഒരു പരിധി വരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. നമ്മളിത് അടിച്ചൊഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഇലകൾക്കിടയിലിരിക്കുന്ന എല്ലാമുള്ള ഒച്ചുകൾ നശിച്ചു പോകും. ഈ കാർട്ട ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒച്ചുകൾ വ്യാപകമായിട്ട് നശിച്ചു പോകുന്ന കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കൂടാതെ നമ്മൾ കാർട്ട ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ പുതുവേരുണ്ടായി വരുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കോമ്പിനേഷനാണ്. വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ്, തണ്ടുവരപ്പം പുഴുക്കൾ, ചൊറി പരത്തുന്ന സക്കിംഗ് പെസ്റ്റുകൾക്കെതിരെ, അതേപോലെ ഒച്ചിനെതിരെ, പിന്നെ ബാക്ടീരിയ പ്രശ്നങ്ങൾക്കെതിരെ എല്ലാം കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അല്പം കോസ്റ്റ് കൂടുന്നേ ഉള്ളൂ, പക്ഷേ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്ത് നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ കായ് പിടിപ്പിക്കാൻ കഴിയും. പൊതുവെ എല്ലാ മേഖലകളിലും കാപിടുത്തം അല്പം കുറവാണ്. ഇപ്പം മഴയും കൂടെ കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും മഞ്ഞപ്പിച്ചിൻ്റെ സാഹചര്യത്തിലോട്ടൊക്കെ വരുന്നുണ്ട്. അത് ഈ നെമറ്റോഡിൻ്റെ ആക്രമണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് കൂടുതലും കാ പിടിക്കാതെ വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക. ഇതിന് ശേഷം നല്ലൊരു വളം കൂടെ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കായ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പകുതി ഭാഗം നേരത്തെ ഒഴിച്ചിരുന്നു, ഒഴിച്ച ഭാഗങ്ങളിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കായ സെറ്റിങ്സ് ആയിട്ടുണ്ട്. ഒഴിക്കാത്ത ഭാഗങ്ങളിൽ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കമൻറ്റുകളിൽ 1-2 പേര് പറഞ്ഞിരുന്നു നമുക്ക് നിങ്ങൾ എന്ത് ഉപയോഗിച്ച്, ഏത് ത്രാശ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കറക്റ്റ് അളന്നെടുക്കുന്നതെന്ന്. അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഐബെല്ലിൻ്റെ കിച്ചൺ സ്കെയിൽ എന്ന് പറയുന്ന ഒരു തൂക്കം നോക്കുന്ന ഒരു മെഷീനാണ്. 5 കിലോ വരെ തൂക്കം നോക്കാൻ കഴിയുന്ന ചെറിയൊരു ത്രാശാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. അപ്പം നമ്മളിത് അതിൻ്റെ ഫോട്ടോ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു 450 രൂപ വില വരുന്നതാണ്. എല്ലാം ഗ്രാമിലാണ് തൂക്കം കാണിക്കുന്നത്. 5 kg വരെ നമുക്ക് തൂക്കം കാണിക്കുകയും ചെയ്യും ഇതിൽ. അപ്പോൾ അതിനൊരു 450 രൂപ വിലയാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഇതിൻ്റെ ബാറ്ററി ഊരി സൂക്ഷിക്കുക. 2 ബാറ്ററി, ചെറിയ ബാറ്ററി ഇടുന്ന ഒരു ത്രാശാണ്. ബാറ്ററി ഊരി സൂക്ഷിക്കുക. പിന്നെ ഒരു കാരണവശാൽ 5 കിലോയ്ക്ക് മുകളിലോട്ട് പോകുന്നൊരു വെയിറ്റ് ഇതിൽ വെക്കരുത്. അതിൻ്റെ ബാലൻസ് പോവും, തൂക്കം തെറ്റിപ്പോവും, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് ഉപയോഗശേഷം തുടച്ച് വൃത്തിയായിട്ട് നല്ല തണുപ്പ് കയറാത്തൊരു ബോക്സിലിട്ട് വെക്കുകയും ചെയ്യണം. അതിൻ്റെ കവറിൽ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. നമ്മളിത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ബാറ്ററി ഊരിയും അതിൻ്റെ എന്താ പറയുക, അതിൽ മുകളിലോട്ട് കൂടുതൽ വെയിറ്റ് പോകുന്ന രീതിയിലുള്ള തൂക്കങ്ങളൊന്നും വെക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ലോങ് ലൈഫ് കിട്ടുന്നുണ്ട് ഇതിന്.
ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി.